ഏറ്റവും സ്നേഹമുള്ളവരെ, ജെർമിയ പ്രവാചകൻ പറയുന്ന ഒരു വചനമാണ്, ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. ജെർമിയ ഈ വചനം അരുളി ചെയ്യുന്നത് ബാബിലോൺ തടവറയിൽ നിന്നാണ്. തടവറയിൽ കഴിയുമ്പോഴും കൈകളിലും കാലുകളിലും വിലങ്ങ് വെച്ച് കഴിയുമ്പോഴും ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിച്ച് പ്രദാനം ചെയ്യുന്ന ഒരു ജെർമിയ പ്രവാചകനെയാണ്. ദൈവത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണമെങ്കിൽ തടവറയിലായിരിക്കുമ്പോഴും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ദൈവത്തിൻ്റെ കൂടെയായിരിക്കുവാനായിട്ട് സാധിക്കണം. ഇങ്ങനെ കഴിയുന്ന ഒത്തിരി മക്കളെ ഞാൻ കാണുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ അവർക്ക് സമാധാനം നൽകും. ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സമാധാനം. നല്ലൊരു പുഞ്ചിരി കൊടുക്കുമ്പോൾ സമാധാനമാണ്, നല്ലൊരു നോട്ടം കൊടുക്കുമ്പോൾ സമാധാനമാണ്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ സമാധാനമാണ്, അവനോടൊരു നല്ല വാക്ക് പറയുമ്പോൾ സമാധാനമാണ്. തന്നോടുകൂടെ ഈ ജനം 70 വർഷമായിട്ട് അടിമത്വത്തിലാണ്. ജെർമിയ പ്രവാചകൻ മാത്രമാണ് കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. കാരണം ജെർമിയ ദൈവത്തിന് സന്ദേശം സ്വീകരിച്ച് ജനത്തിനും രാജ്യത്തിനും വേണ്ടി പറയുകയാണ് അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാനായിട്ട്. ഈ അവസരത്തിൽ പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും. എൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമാണ് ലഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങളോടുകൂടെ വന്നിരിക്കുകയാണ്. ഞാൻ ഈ വചനം പറയുന്നത് ഇച്ഛാനഗറിലുള്ള ബിഷപ്പ് ഹൗസിൽ ഇരുന്നു കൊണ്ടാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന മരങ്ങളെയും കല്ലുകളെയും മൃഗങ്ങളെയും ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വന്ന പ്രേംഭായിയുടെ ആ നല്ല വചനങ്ങളാണ് ഈ മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ല, നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും ആതുര സേവനങ്ങൾ ലഭിക്കാനും ഇടയായത്. ജൂൺ 28-ാം തീയതിയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം 40,000-ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് 40,000-ഓളം ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മൂലമാണ് ഈ അരുണാചൽ പ്രദേശില് ഇറ്റാനഗറില് ക്രൈസ്തവ വിശ്വാസം കത്തിപ്പടരുവാനും ആയിരങ്ങൾ യേശുവിനെ അറിയുവാനും ഇവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും തുടങ്ങിയിട്ടുള്ളത്. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഇവരിലേക്ക് ഇനിയും ചൊരിയും. ജെർമിയ പ്രവാചകൻ 7-ാമത്തെ വചനത്തിൽ പറയുകയാണ്, യൂദായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും. യൂദായുടെ സ്ഥലത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറയുക. എൻ്റെ പേര് സണ്ണി എന്നാണ്. ഐശ്വര്യം തിരിച്ചു നൽകും. ഏതെങ്കിലും തരത്തിലുള്ള ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുവാനായിട്ട്, കടം വന്നിട്ടുണ്ടെങ്കിൽ ആ കടമെല്ലാം വീട്ടുവാനായിട്ട്, രോഗം വന്നിട്ടുണ്ടെങ്കിൽ രോഗം ശാന്തി നൽകുവാനായിട്ട് ദൈവം തയ്യാറാണ് എന്നുള്ള വചനമാണ് അടിമത്തത്തിൽ കഴിയുന്ന ജനതയോട് ജയിലിൽ കിടന്നുകൊണ്ട് ജെർമിയ പ്രവാചകൻ പറയുന്നത്. അവിടുന്ന് തുടർന്ന് പറയുകയാണ്, പൂർവ്വസ്ഥിതിയിൽ ഞാൻ അവരെ പണിതുയർത്തും. പഴയത് ഏത് രീതിയിലായിരുന്നോ നിങ്ങളുടെ ശരീരങ്ങള്, ക്യാൻസർ രോഗത്തില്, ശാരീരികമായ രോഗങ്ങളിൽ കഴിയുന്ന മനുഷ്യ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി സേവനം ചെയ്യാൻ നിങ്ങളെ ഒരുക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൽസി എന്ന് പറയുന്ന സഹോദരി കൈകളൊക്കെ തളർന്നു വന്നതാണ്. ദിവ്യബലിയുടെ അവസരത്തിലും സ്തുതിപ്പിന്റെ അവസരത്തിലും ആ കൈകൾക്ക് ശക്തി പ്രാപിച്ച് അവൾ വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ പൂർവ്വസ്ഥിതിയിൽ അവളെ പണിതുയർത്തി. അവളുടെ ആ ഒരു സൗഖ്യത്തിലൂടെ ആയിരങ്ങൾ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായി. സ്നേഹമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജെർമിയ പ്രവാചകൻ പറയുന്ന 8-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. അവർ എന്നോട് മറുതലിച്ചു പോയ അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. ക്ഷമിക്കുന്ന ദൈവം, പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുക്കുകയാണ്. പഴയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയോ ചിന്തിക്കുകയോ വേണ്ട. പുതിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു, അത് മുളയെടുക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? ഈ വചനം കേൾക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങളെ മോചിപ്പിക്കുക മാത്രമല്ല ശുദ്ധീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും വെണ്മയാക്കുവാൻ കഴിവുള്ള തമ്പുരാന്റെ മുമ്പിലാണ്
നമ്മൾ നിൽക്കുന്നത്. ജെർമിയ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. കടും കട്ടിയായ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം ക്ഷമിച്ച് നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അരികിൽ വരികയാണ്. വർഷങ്ങളായി അവർ കുമ്പസാരിച്ചിട്ട് അവരുടെ അകൃത്യങ്ങൾ, ആ വ്യക്തി ഒരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട വ്യക്തിയാണ്, അങ്ങനെയുള്ള ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വ്യക്തിയോട് പറയാം, നിന്റെ അകൃത്യം, നിന്റെ കടുപ്പമേറിയ പാപം ദൈവം ക്ഷമിക്കുന്നു. നീ പോയി ഇതൊരു കൺഫെഷൻ നടത്ത്, ഒരു കുമ്പസാരം നടത്ത്. അങ്ങനെ കുമ്പസാരിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും തയ്യാറായി. അങ്ങനെ തയ്യാറായി കഴിഞ്ഞപ്പോൾ അകൃത്യങ്ങൾ ദൈവം ക്ഷമിക്കുക മാത്രമല്ല, അവരുടെ ഭവനത്തിലേക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ കൊടുക്കാൻ ദൈവം തയ്യാറായി. കുഞ്ഞിനെ തരുന്ന ദൈവത്തിന്റെ തിരുമുമ്പിൽ സ്നേഹത്തോടെയും ശാന്തിയോടെയും നമുക്ക് നിൽക്കാം. ജെർമിയ പ്രവാചകൻ പറഞ്ഞ ആ വചനം നമുക്ക് ഓർക്കാം. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമാധാനവും കൊടുക്കും. പൂർവ്വസ്ഥിതിയിലേക്ക് ഞാൻ നിങ്ങളെ പണിതുയർത്തും. പാപങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ ശുദ്ധീകരിക്കും. അകൃത്യങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജയിലിൽ കിടന്നുകൊണ്ട് പോലും പ്രാർത്ഥിക്കുവാനും ദൈവദർശനം കിട്ടുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനും ജെർമിയ പ്രവാചകന് സാധിച്ചതുപോലെ ഞങ്ങളുടെ രോഗങ്ങളിലും തകർച്ചകളിലും വേദനകളിലും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനോട് കൂടി ആയിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിന്റെ നിറവില് അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജെർമിയ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം എല്ലാവരും 2 പ്രാവശ്യമെങ്കിലും വായിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കൃപയായിട്ട് കടന്നു വരും. വലിയൊരു ജലധാരയായിട്ട് കടന്നു വരും. വലിയ നദിയായിട്ട് കടന്നു വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.